നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നൊരു സ്പെഷ്യൽ ഒരു ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അടയുടെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ കനം കുറഞ്ഞതും അതുപോലെ നല്ല മയമുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇലയടയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 2 കപ്പോളം അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടി ആവാം പുട്ടുപൊടി ആവാം, എന്തായാലും കുഴപ്പമില്ല. നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അതൊക്കെ കുതിർന്നോളും പുട്ടുപൊടിയാണെങ്കിൽ. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണിത് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ്. 2 കപ്പ് അരിപ്പൊടി. ഇതിപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഉണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. എന്നാൽ മാത്രമേ ഈ അരിപ്പൊടി നന്നായി വെന്ത് കിട്ടണം. നമുക്ക് വേവ് കുറഞ്ഞ അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് ഇലയിൽ പരത്തുന്ന സമയത്ത് ഇലയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടുതലാവാൻ പാടില്ല. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് ആയിത്തീരണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് അരിപ്പൊടിയുടെ എല്ലാ വശവും നന്നായി വെന്ത് ശരിയായി തീരണം. എന്നാൽ മാത്രമേ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല മയമുള്ള ഇലയട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചെറിയ ചൂടുണ്ട് ഇത്. മാത്രമല്ല ഈ ചൂട് പോവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അട ഉണ്ടാക്കുന്ന സമയത്ത് നന്നായി പരത്തിയെടുക്കാനും കനം കുറച്ച് പരത്താനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് മൂടി വയ്ക്കണം. ഇതിൻ്റെ ഫില്ലിങ് ഇനി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂണോളം നെയ്യുണ്ടത്. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. 2 കൈപ്പിടി നാളികേരം ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് നാളികേരം വേണ്ടോ ഇതിന്. നാളികേരം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നാളികേരം നന്നായി മൂക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. നാളികേരം ചെറുതായി ഒന്ന് വാടിയാൽ മതി നെയ്യിൽ കിടന്നിട്ട്. ചിലവരിതിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ശർക്കര നല്ല ടേസ്റ്റാണ്. ചിലവർ പഞ്ചസാര ചേർത്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് ഇത് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലിപ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ശർക്കര 2 ചെറിയ സ്പൂണോളം ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശർക്കര പൊടിച്ചതാണ്. ശർക്കര പാനിയായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനി ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. പാനിയല്ലേ, അപ്പോൾ ശർക്കര പൊടിച്ച് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിലാണ് 1/2 സ്പൂണ് എന്ന് പറഞ്ഞത്. നമ്മുടെ ആ ശർക്കരയൊക്കെ നന്നായി ഉരുകി ഏലക്കപ്പൊടി ചുറ്റി ചേർന്നപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ അട ഉണ്ടാക്കാനുള്ള ഇലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഓരോ ഇലയും കഴുകി നന്നായി വൃത്തിയായി തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത്രയും ചെറിയ ഒരു ഉരുളാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോഴും ചൂടുണ്ട് കേട്ടോ. ഈ അരിപ്പൊടി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്നത് നല്ല ചൂടുണ്ട്. അത് അടച്ചു വയ്ക്കണമെന്ന് പറയേണ്ടതിനാണ്. അപ്പോൾ പരത്താനായിട്ട് നല്ല സുഖമായിരിക്കും. ഇത് കയ്യിൽ നമ്മൾ വെള്ളം തൊട്ടിട്ട് വേണം പരത്തി എടുക്കാനായിട്ട്. ഇലയിൽ നമ്മൾ പരത്താനായിട്ട് മാവ് എടുക്കുമ്പോൾ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഒരുപാട് വലുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ വശവും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലയെ പിടിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. കൈ വെച്ച് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക.
നമ്മൾ പരത്തി കൊടുത്ത ശേഷം അവസാനമാണ് ഞാൻ പറയുന്നത് ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. കൈ വെച്ച് തന്നെ ഇങ്ങനെ തടവി കൊടുക്കാം. ഇതിന് ശേഷം 4 വശവും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വേണം കൊടുക്കാം. കണ്ടോ? അപ്പം നമുക്ക് നല്ല ഭംഗിയിൽ അട ഉണ്ടാക്കാൻ പറ്റും. അതും കനം കുറഞ്ഞിട്ട്. ഇതിലേക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ചേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. 1 സ്പൂണ് ഇട്ടാൽ മതിയാവും. ഇതന്നെ അധികമാണ്. ഇത് വെന്ത് ശരിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ആകെ പടർന്നോളും. അപ്പോൾ 1 സ്പൂണ്, ഏകദേശം 1 സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം മടക്കി കൊടുക്കാം. ആവശ്യത്തിന് ഫില്ലിങ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത്രയും ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായി പരത്തിയ ശേഷം മടക്കി കൊടുക്കാം. നമ്മുടെ അട ശരിയായിട്ടുണ്ട്. വേവിച്ചെടുത്താൽ മതി. ഇനി ആവിയിൽ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ മറ്റെല്ലാം മാവ് ഒഴിച്ചിട്ട് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് ഞാൻ 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് എനിക്ക് ഇതിന് ഒരു 8 അടയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിത് ആവിമ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ചെമ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തണുത്ത് നന്നായി വന്നിട്ടുണ്ട്. ഒരു അട തുറന്ന് നോക്കാം. അടിപൊളി, നല്ല കനം കുറഞ്ഞ് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? നല്ല കനം കുറഞ്ഞിട്ടാണ് അട ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കനം കുറവാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലുള്ള ഇലയടയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും കനം കുറവാണ് അടയ്ക്ക്. അപ്പോൾ ഞാൻ മാവ് പരത്തുന്ന സമയത്ത് ഒരു ട്രിക്ക് പറഞ്ഞിരുന്നു. അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കനം കുറഞ്ഞിട്ടുള്ള ഇലയട റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ മെത്തേഡിൽ. അപ്പോൾ ഈ അടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.